അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 56 സങ്കീർത്തനം 13 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ആത്മരക്ഷ എന്നതൊരു വലിയ കാര്യമായി അനേകരും കരുതുന്നില്ല. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ വണ്ണം മനുഷ്യൻ്റെ മനസ്സിനെ ഈ ലോക കാര്യങ്ങളിൽ ബന്ധിച്ചിടുവാനുള്ള സാത്താൻ്റെ കഴിവ് ഭയങ്കരമാണ്. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തിന് ജനിച്ചുവെന്നും ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഇവിടെ പോകുമെന്നും ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിച്ചത്തിന് മാത്രമേ ഇരുട്ടിനെ നീക്കം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. യേശുവിനെ സത്യവെളിച്ചം എന്നാണ് യോഹന്നാൻ വിശേഷിപ്പിച്ചത്. ഈ ഭൂമിയിൽ അനേകം ആളുകൾ തങ്ങൾ വെളിച്ചം ആണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർ വെളിച്ചമല്ലായിരുന്നു. ഇരുളിൽ മറഞ്ഞിരുന്ന് വെളിച്ചമാണെന്ന് അഭിനയിക്കുന്നവരായിരുന്നു അവർ. ഒരു വ്യക്തി ഇരുളാണോ വെളിച്ചമാണോ എന്ന് ദൈവവചനമാകുന്ന ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തി വെളിച്ചമാണെങ്കിൽ നിശ്ചയമായും ഇരുളിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കണം. ഇരുൾ എന്നത് സാത്താനെ സൂചിപ്പിക്കുന്ന പദമാണ്. സകലവിധ അധർമ്മങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളും സാത്താനിൽ നിന്ന് വരുന്നു. ആ പ്രവൃത്തികൾ ചെയ്യുന്നവർ സാത്താൻ്റെ ദൂതന്മാരായി തീരുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് മ്ലേച്ഛതയിൽ ജീവിക്കാമെങ്കിലും അവരുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം വേദനാജനകമാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് പറയുവാനായിരിക്കും നീതിയോടെ ജീവിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ ഇഷ്ടപ്പെടുന്നത്. 10 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ ഇന്നലെ നടന്നതുപോലെ നമുക്ക് തോന്നാറില്ലേ? നിശ്ചയമായും അപ്രകാരം തോന്നും. പ്രിയ ദൈവമകനെ, ദൈവമകളെ, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം നമ്മുടെ ആത്മാവിന് പ്രായമാകുന്നില്ല എന്നതാണ്. മനുഷ്യനെ മണ്ണിൽ നിന്നുമാണ് ദൈവം എടുത്തിട്ടുള്ളത്. അതിനാൽ മനുഷ്യൻ്റെ ശരീരത്തിന് പ്രായമാകുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിത്യമായിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ആത്മാവ് നിത്യമാണ്. അവൻ്റെ ശരീരം മാത്രമേ ഈ ഭൂമിയിലെ മണ്ണിൽ ലയിക്കുകയുള്ളൂ. ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ ആത്മാവ് യാതനാസ്ഥലത്ത് ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ന്യായവിസ്താര സ്ഥലത്ത് ചെല്ലുകയും നിത്യനാശത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. 56 സങ്കീർത്തനം എഴുതിയ ദാവീദിന് നരകഭയമില്ലായിരുന്നു. കാരണം അവന് ദൈവഭയം ഉണ്ടായിരുന്നു. ദൈവം നമ്മെയും യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ സകലവിധ പാപങ്ങളും ക്ഷമിച്ച് ദൈവത്തിൻ്റെ പ്രിയമക്കളാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും നമ്മുടെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുകൊണ്ടാണ് യേശു നമ്മെ ദൈവമക്കളാക്കി തീർത്തത്. സങ്കീർത്തനക്കാരൻ അനേകം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അനേകം ശത്രുക്കൾ അവനുണ്ടായിരുന്നു. സ്വന്തം ഭവനത്തിൽ നിന്നും സ്വന്തം രാജ്യത്തിൽ നിന്നും ശത്രു രാജ്യത്തിൽ നിന്നും എല്ലാം അവന് ഭീഷണിയുണ്ടായിരുന്നു. അവൻ പലപ്പോഴും പ്രാണഭയത്തിലായിരുന്നു. ദൈവം അവനെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചു. ദാവീദ് ദൈവത്തിന് സ്തുതി പാടുകയും ചെയ്തു. എന്നാൽ 56 സങ്കീർത്തനം 13 വാക്യത്തിൽ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുന്നത് സാധാരണ ശരീരത്തിൽ നിന്നും ആത്മാവ് പോകുമ്പോഴുള്ള മരണത്തെക്കുറിച്ചല്ല, പിന്നെയോ ആത്മീക മരണത്തെ സംബന്ധിച്ചാകുവാനാണ് കൂടുതൽ സാധ്യത. ഭയാനകമായ ഒരു മരണമാണ് മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥ വരുത്തി വയ്ക്കുന്നത്. ആത്മീക മരണം എന്നാണ് ബൈബിൾ ആ മരണത്തിന് കൊടുത്തിരിക്കുന്ന പേര്. പാപം ചെയ്യുമ്പോൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറയുമ്പോൾ വീണ്ടും ദൈവവുമായുള്ള ബന്ധം യഥാസ്ഥാനത്താകുന്നു. അതുകൊണ്ടാണ് പാപം ചെയ്യരുതെന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, ദൈവം തൻ്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും രക്ഷിച്ചു എന്ന്. പാപവഴികളിലേക്കുള്ള ഗമനം നിയന്ത്രിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല, എന്നാൽ ദൈവത്തിന് കഴിയും. പുകവലിക്കുന്ന ഒരു യൗവനക്കാരനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം അനേകം ബീഡിയും സിഗരറ്റും വലിക്കുന്ന വ്യക്തിയാണ് കക്ഷി. ഒരു ദിവസം മാനസാന്തരപ്പെട്ടു.
2 ദിവസം സിഗരറ്റ് വലിച്ചില്ല. 3-ാമത്തെ ദിവസം ബീഡിക്കട അന്വേഷിച്ച് ഓടുകയാണ്. തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ തുടങ്ങി. നിന്റെ ഭവനത്തിൽ ഏതെങ്കിലും വിശിഷ്ട അതിഥികൾ ഇരിക്കുമ്പോൾ നീ അവരുടെ മുമ്പിലിരുന്ന് സിഗരറ്റ് വലിക്കുമോ? ഒരു ചോദ്യമായിരുന്നു കർത്താവിൻ്റേത്. ആ ചോദ്യത്തിന് ഉത്തരം വലിക്കുകയില്ല എന്നായിരുന്നു. എന്നാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ഞാൻ വസിക്കുന്ന ആത്മാവ് ഇരിക്കുന്ന ശരീരം നശിപ്പിപ്പാൻ ഇടവരുത്തുന്ന സിഗരറ്റ് നീ വലിക്കുന്നത് എന്നെ മനഃപൂർവ്വം അപമാനിക്കുവാൻ വേണ്ടിയല്ലേ? ആ വ്യക്തി അന്ന് സിഗരറ്റ് വലി നിർത്തിയെന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, അനുസരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാതെ വീണ്ടും പാപം ചെയ്യുകയാണോ? ഓർക്കുക, യേശുവിനെ അപമാനിക്കുകയും അവനെ വീണ്ടും ക്രൂശിക്കുകയുമാണ് നാം അപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാലാണെന്ന് നാം എപ്പോഴും ഓർക്കണം. ഇന്ത്യൻ റെയിൽവേയുടെ റെയിലുകളും അനുബന്ധ സാമഗ്രികളും ആരുടെയും കാവലില്ലാതെ റെയിൽവേ ട്രാക്കിനടുത്ത് കൂട്ടിയിട്ടിരിക്കും. ഒരു മോഷ്ടാവും അത് എടുത്തുകൊണ്ട് പോവുകയില്ല. കാരണം അവൻ അതെടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് വിൽക്കുവാൻ ചെന്നാൽ ജീവനിൽ കൊതിയുള്ള ആരും അത് മേടിക്കുകയില്ല. മേടിച്ചാൽ അവൻ ജയിലിൽ പോകേണ്ടി വരും. കാരണം ഇന്ത്യൻ സർക്കാരിൻ്റെ അടയാളം അതിനുണ്ട് എന്നതാണ്. സർക്കാരിൻ്റെ സാമഗ്രികൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും എന്നതിനാൽ ആരും അത് എടുത്തുകൊണ്ട് പോവുകയില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവരായ നമ്മെ തൊടുവാൻ പോലും സാത്താന് കഴിയുകയില്ല. എന്നാൽ നാം മനഃപൂർവ്വം സാത്താൻ്റെ പാളയത്തിൽ ചെല്ലുവാൻ ശ്രമിച്ചാൽ ദൈവത്തിന് പിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഉറക്കത്തിൽ പോലും കർത്താവിനെതിരെയും മനുഷ്യർക്കെതിരെയും തെറ്റുകൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി നാം ജീവിച്ചാൽ സാത്താനോ മനുഷ്യരോ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ഇടർച്ചയിലും നാം ഇടറിപ്പോവുകയില്ല. കാരണം നാം നടക്കുന്നത് യേശുവിൻ്റെ വഴിയിലാകയാൽ ആ വഴിയിൽ ദൈവം നമുക്കായും സംരക്ഷണം ഒരുക്കി വച്ചിരിക്കുന്നു. നമുക്ക് ആത്മരക്ഷ തരുന്നതിന് യേശു കാൽവരി ക്രൂശിൽ കൊടിയ വേദന അനുഭവിച്ചു. നമ്മുടെ പാപവും ശാപവും ചുമക്കുവാൻ വേണ്ടി പാപമറിയാത്തവനായ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ വിലപിക്കുകയും പ്രാണവേദനയിൽ ആവുകയും തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി 3 പ്രാവശ്യം പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വന്നു. അവൻ്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെയായി. എല്ലാവരാലും അവൻ കൈവിടപ്പെട്ടു. അവസാനത്തുള്ളി രക്തവും യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഇതെല്ലാം നമ്മുടെ പാപങ്ങൾ പിതാവ് ക്ഷമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തത്തിന് വേണ്ടിയായിരുന്നു. നാം അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടതകളാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ചത്. അതുമാത്രമല്ല, നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ യേശു തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭരണാധികാരിയാക്കുക എന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശു ഭരണം നടത്തി തുടങ്ങുമ്പോൾ അതുവരെയും നമ്മെ വഞ്ചിച്ചുകൊണ്ട് നമ്മെക്കൊണ്ട് പാപം ചെയ്യിച്ച് സാത്താൻ്റെ മകനും മകളും ആക്കിക്കൊണ്ടിരുന്ന സാത്താൻ ലജ്ജിക്കുകയും നമുക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ സാധിക്കും വിധം നാം നടക്കേണ്ടുന്ന വഴി നമ്മുടെ ഹൃദയം ഭരിക്കുന്ന യേശു കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അന്നുവരെയും പാപം ചെയ്താൽ നമുക്ക് സമൂഹത്തിൽ മാന്യത ലഭിക്കുമെന്ന ചിന്ത ദുരാത്മാവ് നമുക്ക് തന്നിരുന്നുവെങ്കിൽ അന്നു മുതൽ പാപം ചെയ്താൽ ദൈവസ്നേഹം നമുക്ക് നഷ്ടമാകുന്ന അനുഭവം നമുക്ക് നേരിടുവാൻ തുടങ്ങും. പാപം ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മോട് ഇടപെടുമ്പോഴാണ് നമ്മുടെ മനസാക്ഷി കുത്തുന്നത്. ആ യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക് അപ്രകാരം മനസ്സിന് വേദന വരുമ്പോൾ നാം നിരപ്പ് പ്രാപിക്കുമെങ്കിൽ ദൈവാത്മാവ് അപ്പോൾ നമ്മുടെ ആത്മാവിൽ ഇടപെടുവാൻ തുടങ്ങും. ദൈവാത്മാവിൻ്റെ ആലോചന അനുസരിക്കാതെ വരുമ്പോൾ നാം വീണ്ടും വലിയ പാപം ചെയ്യുവാൻ തുടങ്ങും. എന്നാൽ ദൈവാത്മാവിൻ്റെ ഇടപെടൽ വരുമ്പോൾ ദൈവാത്മാവിനെ നാം അനുസരിച്ചാൽ നമുക്ക് ഇടർച്ച വരുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. അതിന് നാം എപ്പോഴും വചനം അനുസരിക്കുന്നവരായി തീരണം. വചനത്തിൽ കൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. അതിനാൽ നാം വചനം വായിക്കുന്നവരും അത് അനുസരിക്കുന്നവരുമായി ജീവിക്കണം. അപ്രകാരമുള്ള ജീവിതത്തെയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആകയാൽ നമുക്കും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പാപത്തെ വെറുതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപം ചെയ്യാതെ ജീവിക്കുവാൻ നല്ലൊരു ഹൃദയം തന്ന് സഹായിക്കണമേ. സഹോദര സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.